എല്ലാവർക്കും നേച്ചർ യോഗ സെന്ററിന്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാൽമുട്ട് വേദന, കാലിന് കഴച്ചില്, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ മാറുന്നതിന് വേണ്ടിയിട്ടും കൂടാതെ നമ്മുടെ കാഫ് മസിൽസിനും അതുപോലെ തന്നെ തൈ മസിൽസിനും ഒക്കെ നല്ല ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള യോജിക് ടിപ്സ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഒരു ചെയർ, കസേര എടുത്ത് അടുത്തിടുക. ആ കസേരയുടെ ഹാൻഡിൽ ബാറിൽ കൈകൊണ്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് ബാലൻസോട് കൂടി തന്നെ ചെയ്യുവാനും സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് പരിചയപ്പെടാം. ആദ്യം നമ്മുടെ ഇടത് കൈ ഒരു സൈഡ് കസേരയുടെ ഹാൻഡിൽ ബാറിലേക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലത് കാല് മുമ്പോട്ട് കയറി, ഏത് കൈയാണോ നമ്മുടെ കസേരയിൽ സപ്പോർട്ട് കൊടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കാല് അല്പം മുകളിലേക്ക് ഉയർത്തി കാൽമുട്ടൊക്കെ സ്ട്രേറ്റ് ആയിട്ട് വെച്ച് കാൽപാദം നമ്മുടെ ഹീൽസ് മുമ്പോട്ടൊന്ന് പുഷ് ചെയ്ത് കാലിന്റെ വിരലുകൾ പിറകിലേക്കാക്കി അതിനുശേഷം കാലിന്റെ വിരലുകൾ ഒരു 15 തവണ മടക്കുകയും നിവർക്കുകയും ചെയ്യണം. കാലിന്റെ വിരലുകൾ മാത്രം നല്ലോണം ബെൻഡ് ചെയ്യണം, നിവർക്കണം. ഒരു 15 തവണ അത് ആവർത്തിക്കുക. അതിനുശേഷം രണ്ടാമത്തത് ഇതേ കാൽപാദം തന്നെ നമ്മൾ പിറകിലേക്കും മുമ്പോട്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. അതായത് കാലിന്റെ ആംഗിൾ പിറകിലേക്കും മുമ്പോട്ടും സ്ട്രെച്ച് ചെയ്യണം. ഇതുപോലെ കണ്ടോ, ഇത് നമുക്ക് ബ്രീത്തിങ് എടുത്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് പിറകിലേക്ക് ആംഗിൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത്, കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഹലേഷൻ ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ടും സ്ട്രെച്ച് ചെയ്യാം. ഇതും ഒരു 15 തവണ ആവർത്തിക്കുക. അതിനുശേഷം നമ്മൾ കാലിന്റെ കുഴ, ഇതുപോലെ കാൽക്കുഴ പയ്യെ റൊട്ടേറ്റ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്ങിൽ ഒരു 10 തവണ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും 10 തവണ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യണം. ശേഷം പയ്യെ കാൽമുട്ടിനെ ഒന്ന് ഉയർത്തി നമ്മുടെ കാൽമുട്ട് പയ്യെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇതുപോലെ കാൽമുട്ട് ഒരു വൃത്താകൃതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 10 തവണയും അതിനുശേഷം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 10 തവണയും ആവർത്തിക്കണം. ഇതേ മൂവ്മെന്റ് തന്നെ അടുത്ത കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചെയർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ട് വലത് കൈ കൊണ്ട് ആ ചെയറിന്റെ ഹാൻഡിൽ ബാർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇടത് കാല് മുമ്പോട്ട് നീട്ടുക. ഇടത് കൈ അരക്കെട്ടിലേക്ക് സപ്പോർട്ട് കൊടുക്കുക. നമുക്ക് നല്ലൊരു ബാലൻസിങ് കിട്ടും. എപ്പോഴും നമ്മൾ നേരെ ഒരു പോയിന്റിലേക്ക് നോക്കി തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാൽ ഉയർത്തിയതിനു ശേഷം കാലിന്റെ വിരലുകൾ നല്ലോണം ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഒരു 15 തവണ ഇത് നല്ല രീതിയിൽ ആവർത്തിക്കുക. ഓരോ മൂവ്മെന്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാല് താത്ത് വെച്ചൊന്ന് റിലാക്സ് ചെയ്യാം. അതിനുശേഷം അടുത്ത മൂവ്മെന്റിലേക്ക് പോവാം. കാൽപാദം പിറകിലേക്കും കാൽപാദം മുമ്പോട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം. പിറകിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഹലേഷൻ ചെയ്യാം, മുമ്പോട്ട് പോകുമ്പോൾ എക്സലേഷൻ ചെയ്യാം. അതിനുശേഷം മൂന്നാമത്തെ മൂവ്മെന്റ് ആയിട്ട് കാൽക്കുഴ നല്ലോണം റൊട്ടേറ്റ് ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതിനുശേഷം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. ശേഷം കാൽമുട്ടിനെ ഉയർത്തി വൃത്താകൃതിയിൽ തൈ മസിൽസ് നല്ല ബലം കിട്ടും, കാഫ് മസിൽസ് നല്ല ബലം കിട്ടും. വൃത്താകൃതിയിൽ ഒരു 10 തവണ കറക്കുക. അതിനുശേഷം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 10 തവണ ചുഴറ്റുക. ശേഷം കാലുകൾ താഴേക്ക് വെച്ച് അല്പസമയം റിലാക്സ് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.